ഏകദേശം അതിൻ്റെ പരുവമായിരിക്കുകയാണ്. അതിൻ്റെ ഇരിക്കെല്ലാം മാറി ഇപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റായിട്ട് തന്നെ വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് കഴിക്കാം. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നല്ല പാകത്തിന് തന്നെ വെണ്ടയ്ക്ക വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഈ 2 മുട്ട നമ്മൾ പൊട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് ഇളക്കി യോജിപ്പിക്കുക. കാരണം നമ്മുടെ ഈ വെണ്ടയ്ക്ക തോരനകത്ത് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങയ്ക്ക് പകരമാണ് നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ മുട്ട നന്നായിട്ട് പൊടിഞ്ഞ് വരത്തില്ല, അവിടെ ഇവിടെ ആയിട്ട് ഉണങ്ങിയിരിക്കും. അതുകൊണ്ട് നല്ല